ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റുള്ളൊരു പഴംപൊരിയാണ്. നമ്മൾ സാധാരണ മൈദപ്പൊടി കലക്കി ഉണ്ടാക്കുന്നത് പോലത്തെ പഴംപൊരിയല്ല, നല്ല വ്യത്യസ്ത രീതിയിലുള്ളൊരു പഴംപൊരിയാണ്. ചായയുടെ ഒപ്പം കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പഴംപൊരിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഏലക്ക പൊടിയാണെങ്കിലും മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ടേക്കണത്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ പഴം ഞാൻ ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 പഴം എടുത്തിട്ട് അതും ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇളം ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. ചൂട് കൂടരുത്, പച്ചവെള്ളം ഒഴിക്കരുത്. ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി അത് അടിച്ചെടുക്കണം. പിന്നെ ഒരു ബൗള് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഈ മിക്സ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്ത ഈ മിക്സ് കൊണ്ട് വേണം ഈ മൈദ കലക്കിയെടുക്കാനായിട്ട്. പിന്നെ കുറച്ച് ഒഴിച്ചിട്ട് കലക്കി നോക്കണം, വെള്ളം കൂടിപ്പോകരുത്. പിന്നെ ഈ മിക്സ് തന്നെ നല്ലതുപോലെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കുറച്ച് ഒഴിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് പോരെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് മിക്സ് കലക്കി കൊടുക്കാം. ഈ മൈദ അധികം ലൂസായി പോകരുത്, അധികം കട്ടിയാകണ്ട, അധികം ലൂസും ആകാത്ത വിധത്തിൽ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം എണ്ണ ചൂടായി കഴിയുമ്പോൾ പഴം ഓരോന്ന് മുക്കി ഈ ഇതിൽ കോട്ട് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പഴംപൊരിയാണിത്. അതെല്ലാം ഇട്ട് ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പം തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇത് മൊരിഞ്ഞ് വരുമ്പോൾ ഇത് കോരിയെടുക്കാം. എന്നിട്ട് പിന്നെ അടുത്തതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇത് മിക്സിയിലടിച്ച ആ കൂട്ട് തന്നെ നല്ല ടേസ്റ്റാണ് അതിന്. അത് മൈദയിലിട്ട് ഇതായി കലക്കിയെടുക്കുമ്പോൾ തന്നെ ആ മാവിന് തന്നെ നല്ല ടേസ്റ്റാണത്. പിന്നെ ഈ പഴവും കൂടെ ഇട്ട് മുക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ പഴം നല്ല മധുരമുള്ള പഴമാണെങ്കിൽ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മധുരം കുറവാണെങ്കിൽ 3 ടീസ്പൂൺ പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കണം. നല്ല മധുരമൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ള നല്ലത് പൊന്നിയൊക്കെ നല്ലോണം വന്നിട്ടുണ്ട്. നല്ലൊരു പഴംപൊരിയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് നല്ല മധുരവും നല്ല സോഫ്റ്റുമാണ്. നല്ല മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇത് പുറം നല്ല മൊരിഞ്ഞു ഇരിക്കേണ്ട, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴാണ് നമ്മൾ വീട്ടിലൊരു ഗസ്റ്റ് വന്നാലൊക്കെ നമുക്ക് പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഇത് ഉണ്ടാക്കി നോക്കണം. ഇതേപോലെ മിക്സിയിലിട്ട് അടിച്ച് പഴവും കൂടി ഇട്ട് അടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറില്ല. അതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.